പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 2 4 എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നു, അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അതാ ദൈവമക്കളുടെ അവസ്ഥ. ഇത് പുറമേയുള്ളവനെ കൊഴിപ്പിച്ച് എവിടെയൊക്കെ പോയി മേക്കപ്പ് അടിച്ച് പുഷ്ടിയാക്കാം അതൊക്കെ ചെയ്ത് കൊണ്ടു നടക്കുക. ജനറൽ കൺവെൻഷനൊക്കെ വന്നിരിക്കുന്ന കാണുന്ന ഓരോരുത്തർ മല പോലെ വന്നും കസേരയിൽ പറഞ്ഞു കിടക്കുക, കുട്ടിയൊക്കെ അടിച്ച്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അകത്തെ മനുഷ്യനും ICU കിടക്കുക, വെള്ളമെന്ന് വിളിച്ചുകൊണ്ട്. കർത്താവിനോടാണ് സാത്താൻ പറഞ്ഞെന്ന് ഓർത്തോളം. എന്താ? ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്ക. അപ്പൊ കർത്താവ് എന്ത് പറഞ്ഞു? മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ദൈവവചനം കൊണ്ട് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ. അവർക്കാണ് നിത്യതയിൽ ഓഹരി. അവരാണ് കർത്താവിൻ്റെ വരയിൽ പോകുന്നത്. വചനം ഭക്ഷിക്കുക, വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക, സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുക, പ്രസംഗിക്കുക. ഇത് വചനം പഠിപ്പിക്കൽ കുറവാ. അതുകൊണ്ട് എന്ത് പറ്റി? പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കാതെ പാപം ചെയ്തുകൊണ്ടിരിക്കുക. പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന നീതിയുടെ വചനം പഠിപ്പിക്കണ്ടേ? പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം, നീതിക്ക് ദാസന്മാരായി. ക്രിസ്തുവിന്റെ പ്രമാണം, ക്രിസ്തുവിന്റെ ഉപദേശം പഠിപ്പിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം വരുത്തി ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തുവിനെ സ്വതന്ത്രരാക്കി ആകിയാൽ അതിൽ ഉറച്ചു നിൽക്കും. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അവിടെ പറയുന്ന അടിമനുഖം ന്യായപ്രമാണമാണ്. ഇന്നും പല അടിമനുഖത്തിൽ കിടക്കുക പെന്തക്കോസ്ത് സമൂഹം. മടങ്ങി വരണം, പെന്തക്കോസ്തുകാർ മടങ്ങി വരണം, യഥാസ്ഥാനപ്പെടണം. ഉപദേശത്തിന്റെ ഏകീകരണം ഉണ്ടാകണം. അതിനായി പറയുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയിൽ പഠിപ്പിക്കുകയും ചെയ്യണം. 1 തെസ്സലോനിക്കർ 5 അവസാന വാക്യത്തിൽ പൗലോസ് പഠിപ്പിച്ചത് ഈ ലേഖനം സഭയെ പഠിപ്പിക്കണം, വായിച്ച് കേൾപ്പിക്കണം. കർത്താവാണ് ഈ ലേഖനം വായിച്ച് പഠിപ്പിക്കണമെന്ന് പൗലോസ് ആണയിട്ട് പറഞ്ഞിട്ട് ഇന്നും സങ്കീർത്തനം വായിച്ച് തിമിർത്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വായിച്ച് ജനത്തെ ആത്മീയ അന്ധതയിലേക്ക് നടത്തുക ചെയ്യുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഈ ആത്മാവും ജീവനുമാകുന്ന വചനം പ്രസംഗിച്ച് ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകാൻ അത്രയും ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സമൃദ്ധമായ ആത്മീക ജീവൻ നമുക്കുണ്ടാകണം. അങ്ങനെ സമൃദ്ധമായ ആത്മീയ ജീവനുണ്ടായി ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സും അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായി തീരണം. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നവരെയാണ് കർത്താവിൻ്റെ വരവിൽ ചേർക്കാൻ കഴിയുന്നത്. അതിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം തന്നെ പഠിപ്പിക്കണം. തലയായവനിൽ നിന്ന് ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഇരിക്കണമെങ്കിൽ തലയായവനിൽ നിന്നുള്ള ഉപദേശം ശരീരമാംസയുടെ അവയവങ്ങൾ കേട്ടനുസരിച്ച് പഠിച്ചനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് സഭയിലെ വ്യക്തികൾ നടത്തപ്പെടണം. അത് നിർബന്ധമാണ്. അത് അപ്പോസ്തലന്മാരുടെ നിർബന്ധമാണ്. ആ ഉപദേശം ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കണം. തലയായ ക്രിസ്തുവിനോളം അവർ വളരണം. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ വളർന്നോ അതുപോലെ നാമും ആത്മീകമായൊരു വളർച്ച പ്രാപിക്കണം. 70 വയസ്സായാലും ആത്മീയമായി 1 ഇഞ്ച് വളരാത്ത വിശ്വാസികളെ എനിക്കറിയാം. സഹോദരന്മാരെ എനിക്കറിയാം, ഇഷ്ടം പോലെ അറിയാം. കണ്ടെയ്നർ കണക്കിന് കിടക്കുക സഭകളിൽ. ഇവരുടെയൊക്കെ അവസ്ഥ എന്താവും? ഇതൊക്കെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ. ഞാൻ ചുമ്മാ പറയുകയല്ല. അതുകൊണ്ട് സഭയെ ഉപദേശം പഠിപ്പിക്കുക. സ്വത്രം സഭയെ ദൈവവചനം പഠിപ്പിക്കുക. പാപം മോഹിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. എങ്ങനെയാണ് ദുഷ്ടനെ ജയിക്കുന്നത്? കർത്താവ് ദുഷ്ടനെ ജയിച്ചത് എങ്ങനെയാണ്? കല്ലെടുത്ത് കൊണ്ടൊന്ന് അപ്പമാക്കി തീർത്ത് ആ കല്ല് അപ്പമാക്കി ഭക്ഷിച്ചാൽ ജയിക്കുമോ ദുഷ്ടനെ? അവരോട് പറഞ്ഞു, മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് കർത്താവിനെ ശാസിക്കുക ചെയ്തത്. വീട് നമസ്കരിക്കാൻ പറഞ്ഞു, അവിടെയും ശാസിച്ചു. കല്ലപ്പമായി തീരാൻ പറഞ്ഞു, അവിടെയും ശാസിച്ചു. മോളിന്ന് ചാടാൻ പറഞ്ഞു, അവിടെയും ശാസിച്ചു. ഇന്നത്തെ ഒരു പാസ്റ്റർ ആയിരുന്നെങ്കിൽ, ഞാനും നിങ്ങളും ആയിരുന്നെങ്കിൽ
എന്തായിരുന്നതിന് ഗതി എന്ന് ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുമുണ്ട്. ഗിൽഗാൽ ഫുഡ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു വലിയ അപ്പ കമ്പനിയും തുടങ്ങി. ആ പലസ്തീൻ നാട്ടിലെ കല്ല് മുഴുവൻ അപ്പമാക്കി തീർത്ത് ഒരു ഗോഡൗൺ പണിത് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് ചൂടാക്കി വിറ്റ് കാശുണ്ടാക്കിയെന്നെ. എടുത്ത് ചാടാൻ പറഞ്ഞ് എടുത്ത് ചാടി കയ്യും കാലും ഒടിഞ്ഞ് വല്ല ഹോസ്പിറ്റലിൽ പോയി കിടന്നെന്നെ. വീണ് നമസ്കരിക്കാൻ പറയുന്നതിന് മുമ്പ് വീണ് നമസ്കരിച്ച് ലോകത്തിൻ്റെ ഭൗതികങ്ങൾ മുഴുവൻ കോടികൾ വാരി കൂട്ടിയല്ലേ. അനേകർ അങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയല്ലേ. സിനിമാ നടൻ 4 കോടിയുടെ പണിയുമ്പോൾ ഉപദേശിച്ച് 11 കോടിയുടെ വീട് പണിയല്ലേ. പിന്നെ ആരെ കാശ് കൂട്ടി വെച്ചേക്കണേ? ഈ സിനിമാ നടന്മാരെ ആതുര പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്നാണ് പറയണ കേട്ടെ. പലരും പല നിലയിൽ ചെയ്യുന്നുണ്ട്, ശരിയാ. ക്രിക്കറ്റ് കളിക്കാരും ഈ ഫുട്ബോൾ കളിക്കാർ റൊണാൾഡോ മെസ്സിയൊക്കെ ഭയങ്കര ആതുര പ്രവൃത്തി ചെയ്യുക, പാവങ്ങളെ സഹായിക്കുക. അവർ കോടികൾ ഉണ്ടാക്കിയിട്ട് അതുപോലെ സഹായിക്കുക. നമ്മളോ കൂട്ടി വെച്ചുകൊണ്ടിരിക്കുക, അച്ഛൻ്റെ പേരിലും മക്കളുടെ പേരിലും. എന്നിട്ട് പറച്ചില് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇന്ന് കൊണ്ട് നിർത്തണം ആ പദം. കർക്കശമായി ഞാൻ പറയുക ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീകമായിട്ടാണ്, ഭൗതികമായിട്ടല്ല. അല്ല അല്ല ഉമ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ഇത് വചനത്തിൻ്റെ വ്യവസ്ഥയാണ് ഞാൻ പറയുന്നത്, ചുമ്മാ പറയുകയല്ല. പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരോട് കർത്താവ് അങ്ങനെ പറഞ്ഞത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കുമെന്ന് വിചാരപ്പെടരുതെന്ന് അവരോട് പറഞ്ഞത്. ജാതികൾ ഇതൊക്കെ അന്വേഷിക്കുന്നു, തിന്നാനും കുടിക്കാനും എടുക്കാനുള്ളത് അവരന്വേഷിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾക്കിത് ആവശ്യമെന്നറിയുന്നു. ഇതൊക്കെ ബാലപാഠങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദിയിലവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കും, അതോടെ നമുക്ക് ആവശ്യമുള്ളൊരു കാർ ആവശ്യമുണ്ട് കർത്താവ് തരും, വീട് തരും, എല്ലാം തരുമെന്നേ. നമുക്ക് ആവശ്യമുള്ളത് തരുമെന്നേ. എന്താ ഇത്ര സംശയം? അതിൻ്റെ പിറകെ ഓടണ്ട. ഈ ഭൗതികത്തിൻ്റെ പിറകെ ഓടിയാൽ നിന്റെ ഓട്ടം തെറ്റിച്ചു കളയും സാത്താൻ. ഉദാഹരണം ഉണ്ടോ പാസ്റ്ററെ? ഉണ്ടല്ലോ. നയമാന്റെ പിറകെ ഒരുത്തൻ ഓടി. ആരാ ഓടി? എന്തോ പറ്റി? നയമാന്റെ കുഷ്ഠം അവന് കിട്ടി. കുഷ്ഠം പാപത്തിന് നിഴല. പഴയ നിയമത്തിലെ കുഷ്ഠം പുതിയ നിയമത്തിൽ പാപത്തിന് നിഴലായി നിൽക്കുക. ഇന്ന് പലരും ഭൗതികത്തിൻ്റെ പിറകെ വിദേശ രാജ്യങ്ങളിൽ ഓടി ഓടി പാപം ചെയ്ത് പാപത്തിൻ്റെ ദാസന്മാരായി കിടക്കുക. ഇവരൊക്കെ നീതിയുടെ ദാസന്മാരായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ. എന്നാൽ സാത്താൻ ഇവരെ ഭൗതികത്തിൻ്റെ പിറകെ ഓടിച്ചു. ആ ഓടാനുള്ള ടെൻഡൻസി വരുമ്പോൾ തീരുമാനം നിൻ്റേതായിരിക്കണം. ഇത് അനീതിയുള്ള മാമോനാണ്, ഇതിൻ്റെ പിറകെ ഓടാൻ പാടില്ല. അധികൃതമായി സമ്പാദിക്കാൻ പാടില്ല. വ്യാജമായി 10 ചക്രം ഉണ്ടാക്കാൻ പാടില്ല. പൈസയ്ക്ക് വേണ്ടിയുള്ള പ്രസംഗങ്ങൾ പാടില്ല. ഭൗതികത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷകൾ പാടില്ല എന്നാരാ തീരുമാനിക്കുന്നത്? ഞങ്ങളുടെ അടുത്തൊരു സഭയുണ്ട്. ഞാൻ ആ പാസ്റ്ററിൻ്റെ ചമ്മാച്ചനായിരുന്നു. സഭയും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല. പാസ്റ്ററിൻ്റെ ചമ്മാച്ചനായിരുന്നു ഞാൻ. അവിടെ നിന്ന് ഓടിയ ഓട്ടം വീട്ടിൽ വന്നാൽ നിന്ന് എന്നോട് നിന്നോളാൻ പറഞ്ഞു. $100 തരാം, അല്ലാതെ ഇല്ലതൊക്കെ തരാം. അവിടെ നിന്നെങ്കിൽ സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. അതുപോലെ അവിടെ നിന്നെങ്കിൽ സുഖമായിട്ട് ജീവിച്ച നരകത്തിൽ പോകാമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചാവപ്പെട്ടി പോലെ ഒരു തോത്രാഴ്ച പാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുക. ചാവപ്പെട്ടി പോലെ അതിൻ്റെ പൂട്ടൊക്കെ ഇട്ട് ചാവി പുള്ളിയുടെ ഇളിയിൽ കെട്ടിയിട്ടില്ല. വേറെ ആർക്കും കൊടുക്കില്ല. സ്വത്രം എന്ത് ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വത്രം, ഞാൻ അധികം പ്രസംഗിക്കുകയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയായി പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഗുണത്തിന് വേണ്ടിയാണ് പറയുന്നത്. ആരെയും പരിഹസിക്കാനോ പഴിക്കാനോ ദൂഷിക്കാനോ നിന്ദിക്കാനോ അല്ല. നമ്മുടെ ആത്മീയ ഗോളം നശിച്ചു കിടക്കുകയാണ്, ചീഞ്ഞളിഞ്ഞു കിടക്കുകയാണ്, ജീർണിച്ചു കിടക്കുകയാണ്. ഒരു മടങ്ങിവരവ് ആവശ്യം. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് ഒരു മടങ്ങിവരവ് ആവശ്യം. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് ഒരു മടങ്ങിവരവ് ആവശ്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവനും ഭക്തിക്കുത്ത് ഉപദേശത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യം. രാജകീയ ന്യായപ്രമാണത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണത്തിലേക്ക്, പത്യവചനം പത്യോപദേശത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യം. ഇത് പത്യമുള്ള വചനമാണ്. പത്യം തെറ്റിച്ചാൽ ഓരോറിയും.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക. എങ്ങനെയാ ദുഷ്ടനെ ജയിക്കുന്നേ? യോഹന്നാൻ തന്നെ പറയട്ടെ, ഞാൻ പറയുന്നില്ല. വായിച്ചോട്ടെ എൻ്റെ ബാക്കി ഭാഗം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. 14 വാക്യം വായിച്ചേ. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും. നിങ്ങൾ ദുഷ്ടനെ, അതാ ദൈവവചനം നമ്മളിൽ വസിക്കണം. അതാ സ്തോത്രം. കൊലോസിലെ എഴുതിയപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശം നമ്മളിൽ വസിക്കണം. വസിക്കുന്ന വല്ല കണ്ട് ചപ്പും ചവറും ഒക്കെയാണ് വസിക്കുന്നത്. ഈ ബാംഗ്ലൂരൊക്കെ പിള്ളേര്, പെൺകുട്ടികളും ആൺകുട്ടികളും ബാംഗ്ലൂരിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ മൊബൈലിലൊക്കെ 100, 150 GB വരെയൊക്കെ കൊള്ളുന്ന ഫോണൊക്കെ കൊണ്ടാണ് പോകുന്നത്. സ്റ്റോറേജ് ഈ 150 GB, 125 GB ഒക്കെ MB ഇതൊക്കെ മുഴുവൻ ചപ്പും ചവറും ഗാർബേജുമാണ്, വേസ്റ്റാണ്. ഒരെണ്ണം ഗുണമുള്ള കാര്യങ്ങൾ അതിലില്ല. എന്നതുപോലെ ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിൽ അത് വ്യാപിച്ചിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ കയറി തമ്പടിച്ചിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ അത് വലിച്ച് പുറത്തേക്കിടണം. നെഹമ്യാവും കൂട്ടരും ചെയ്തത് എന്താ? സൻബല്ലത്തും തോബിയാവും വാരിക്കൂട്ടി വെച്ച സാധനങ്ങളൊക്കെ ആലയത്തിൻ്റെ അറയുടെ ഉള്ളിൽ ഇരിക്കുക, വലിച്ച് പുറത്തേക്ക് എറിഞ്ഞതൊക്കെ. ദൈവപുരുഷൻ വലിച്ച് പുറത്തേക്ക് എറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആലയത്തിൻ്റെ ഉപകരണങ്ങൾ കൊണ്ട് അത് നിറച്ചു. നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാകും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനമാണ് വസിക്കേണ്ടത്, പരിശുദ്ധാത്മാവാണ് വസിക്കേണ്ടത്. എങ്ങനെയുണ്ട്? ഇതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ പ്രത്യേകത. ഇത് പ്രസംഗിക്കുമ്പോൾ ആർക്കും വേണ്ട. കാരണം ചപ്പും ചവറും പറഞ്ഞാൽ ഒപ്പിയെടുക്കാൻ ആളുണ്ട്. വ്യൂസൊക്കെ വരുന്നത് 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം. പത്യവചനം പ്രസംഗിച്ചാൽ 30 പേര്, 40 പേര്, 50 പേര്, ഇനി ഏറ്റവും 100 പേര്. അത് കഴിഞ്ഞ് തീർന്ന്. ആർക്കും വേണ്ട. വേണമെന്നുള്ളവർ എടുക്കട്ടെന്നാണ് എൻ്റെ ധാരണ. ഇതെല്ലാവരെയും പറഞ്ഞ് ഗ്രഹിപ്പിച്ച് എല്ലാവരെയും നന്നാക്കി എടുക്കാനൊന്നും നമുക്ക് കോൺട്രാക്റ്റൊന്നും ഞാൻ എടുത്തിട്ടില്ല. വാചനം പ്രസംഗിക്കുന്നു. ആത്മരക്ഷ വേണമെന്നുള്ളവർ, നിത്യത വേണമെന്നുള്ളവർ കേട്ടനുസരിച്ച് കൊള്ളുക. നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാം. ഇവിടം തീരാൻ പോവുക, കത്തി തീരാൻ പോവുക. പത്രോസ് പറഞ്ഞതുപോലെ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുക. മൂന്നാമതൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ ലോകം അഗ്നിക്കിരയാകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ് എന്ന് പറഞ്ഞ മീൻപിടുത്തക്കാരനായ ശാസ്ത്രജ്ഞൻ നേരത്തെ പറഞ്ഞു വെച്ചു ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ശാസ്ത്രജ്ഞൻ പറയുന്നു, മൂന്നാമതൊരു ലോകമഹായുദ്ധം നടന്നാൽ, 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ. ഇനിയൊരു ലോകമഹായുദ്ധം നടന്നാൽ ഈ ഭൂമി മുഴുവൻ അഗ്നിഗോളമായി മാറുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. പത്രോസ് പറഞ്ഞതിന് അവർ അടിവരയിടുകയാണ്. നടക്കുന്ന യുദ്ധങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? ഈ മൊബൈലൊക്കെ നമ്മൾ കാണുമ്പോൾ തീഗോളമായിട്ട് കിടക്കുന്നത് കണ്ടോ? ഒരു മിസൈൽ വന്ന് അടിച്ചാൽ ആ ദേശം കൂടി കത്തിച്ചാമ്പലാവുക. 3 ഭീകരന്മാർ പോകുന്ന വാഹനത്തിനെതിരെ ഇസ്രയേൽ ഒരു റോക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി പിന്നെ ഇല്ല, കത്തി അങ്ങോട്ട് ചാമ്പലാവുക ചെയ്യുന്നു. മനസ്സിലായി? അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോകരാഷ്ട്രങ്ങൾ, കഞ്ഞിക്ക് വകയില്ലാത്ത രാഷ്ട്രങ്ങൾ പോലും കോടാനുകോടി അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കാൻ വേണ്ടുന്ന ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. 5 നേരം പ്രാർത്ഥിക്കുന്നവനും ആയുധങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവൻ്റെ മണ്ടയ്ക്കൊണ്ടടിക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്ന് അങ്ങോട്ട് ഞെക്കുക ചെയ്യുന്നത്. സ്വത്രം. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇല്ല, എല്ലാം കണക്ക് തന്നെ ഈ കൂട്ടത്തിൽ. ജാതികളുടെ കൂട്ടത്തിൽ ഇവരെല്ലാം കൂട്ടാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ജാതികൾ, ഇസ്രയേൽ പുതിയ നിയമസഭ. നമ്മൾ ജാതിപ്പെട്ടവരല്ല, ഇസ്രയേൽ മക്കളുമല്ല, നമ്മൾ പുതിയ നിയമസഭയാണ്. പുതിയ നിയമസഭയുടെ അംഗങ്ങളാണ് നമ്മൾ. ആ പുതിയ നിയമസഭയുടെ അംഗങ്ങളായ വിശ്വാസികളിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് എന്താ? ദൈവവചനം നിങ്ങളിൽ വസിക്കണം.
വചനം നമ്മിൽ വസിക്കണമെന്ന്. ദൈവവചനം നമ്മളിൽ വസിക്കുമ്പോഴാണ് നമ്മൾ ആരായിത്തീരുന്നത്. ഈ യഹൂദൻ ജാതി ദൈവസഭ എന്നുള്ള വാക്യം പലരും ചിലപ്പോൾ ചോദിക്കാനുള്ളൂ. ഞാൻ അവർക്ക് വേണ്ടി അത് പറയാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. 3 ഗ്രൂപ്പാണ് ഈ ലോകത്തിലുള്ളത്. 1 യഹൂദ ജാതി, 2 യവനന്മാർ. ലോകത്തുള്ള എല്ലാ ജാതികളും, എല്ലാ മതക്കാരിലും ഭാഷക്കാരിലും ഉള്ള ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരെല്ലാം യവനായന്മാരുടെ ഗ്രൂപ്പിൽപ്പെടുന്നു, ജാതികൾ. 3-ാമത് ദൈവസഭ. സ്വത്രം. നമ്മൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ, കർത്താവിൻ്റെ കാന്തയായ സഭ, ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ. ഈ 3-ൽ ഏത് സഭ, ഏത് ഗ്രൂപ്പാണ് നമ്മൾ? മണവാട്ടിയാണോ? മണവാട്ടിയാണെങ്കിൽ കന്യകയാകെ സഭയായിത്തീരണം. മന്ദിരമാണെങ്കിൽ യേശുക്രിസ്തുവാകുന്ന മൂലക്കലിനോട് ചേർത്ത് പണിയപ്പെടണം മന്ദിരമായ സഭയായിത്തീരാൻ. ശരീരമാണെങ്കിൽ തലയായ ക്രിസ്തുവിനുള്ള ഉപദേശം സ്വീകരിക്കുന്ന വ്യക്തികളായി നമ്മൾ തീരണം. ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നവരായി തീരണം. അപ്പോൾ ശരീരമാ സഭയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ശരീരമാ സഭയെ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഈ ഭൂമിയിലിട്ട് ദുഷ്ടപിശാച് പീഡിപ്പിക്കാൻ ദൈവം അനുവദിക്കില്ലെന്ന് പറയേണ്ട ഏക കാരണം അതാ. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമായി, ഈ ശരീരത്തെ സാത്താനിട്ട് അമ്മാനമാടുമല്ലോ. അങ്ങനെ പറയുന്നവരിട്ട് ആടും, അത് യാതൊരു സംശയമില്ല. കാരണം അവരത് വിശ്വസിക്കുന്നുണ്ട്, നമ്മളത് വിശ്വസിക്കുന്നില്ല. ഇതിനിടയ്ക്ക് കയറി വന്നുകൊണ്ട് അതങ്ങ് പറഞ്ഞു പോയതാണ്. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിച്ചിരിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതും. അപ്പം ദൈവവചനം നമ്മളിൽ വസിക്കണം. ആ വസിക്കുന്ന വചനം അനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ദുഷ്ടനെ ജയിച്ചവരായി, പിശാചിനെ ജയിച്ചവരായി തീരാൻ ഇടയായിത്തീരും. ഇല്ലെങ്കിൽ ഇല്ല. ചുമ്മാ വസിക്കുന്നു എന്ന് പറഞ്ഞ് ചുമ്മാ ചപ്പൻ ചോറും പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കില്ല. ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ ഉപദേശം നമ്മളിൽ വസിക്കണം. അതനുസരിച്ച് ജീവിക്കണം. അതിനാ സമർപ്പിച്ച് മുമ്പോട്ട് പോകണം. 15-ാം വാക്യം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരു ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവന് പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. ഇതൊരു വലിയ സബ്ജക്റ്റാണ് കേട്ടോ. എല്ലാം വലിയ സബ്ജക്റ്റാണ്. എങ്കിലും എസ്പെഷ്യലി ലോകത്തിലെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. എന്താ അങ്ങനെ പറയാൻ കാര്യം? യോഹന്നാൻ 5:19 പറയാൻ കാര്യം. 1 യോഹന്നാൻ 5:19 എന്താ എഴുതിയേക്കുന്നത്? സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുക. ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുക. സാത്താൻ്റെ അധികാര സീമയ്ക്കുള്ളിലാണ്. 195 രാഷ്ട്രങ്ങളുണ്ട്, 800 കോടി ജനമുണ്ട്. കാര്യമൊക്കെ ശരി. HDCയിലൊരു സൂമിൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അവരെപ്പോഴും ഇത് പറയുന്നുണ്ട്. ഞാനത് കേട്ട് പഠിച്ചു. 195 രാഷ്ട്രം, 800 കോടി ജനം. കേരളത്തിൽ 3.5 കോടി, 3 കോടി 40 ലക്ഷം. ഇതൊക്കെ നമ്മൾ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. 14 ജില്ലകൾ, 28 സംസ്ഥാനം. കാര്യമൊക്കെ ശരി. പക്ഷെ പിശാചിൻ്റെ ഇന്നർ ഭരണം ഇവിടെ നടക്കുന്നുണ്ട്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുക. ആദാമും അവയും അരുത് എന്ന് പറഞ്ഞ ഖനി തിന്നപ്പോൾ എന്ത് സംഭവിച്ചു? പാപത്തിൻ്റെ അടിമയായി, പിശാചിൻ്റെ അടിമയായി മനുഷ്യർ. ആ അടിമകളായിരുന്ന മനുഷ്യരെ ദൈവം മനുഷ്യനായി വന്ന് രക്ഷിക്കുന്ന ചരിത്രമാണ് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. യഹൂദന്മാർ അറുത്തുകൂട്ടിയ കോടാനുകൂടി യാഗമൃഗങ്ങൾ ക്രിസ്തുവിന് നിഴലാണ്. ഇസ്രായേൽ മക്കൾ പുറപ്പെടുന്നതിന് മുൻപ് 4 ദിവസം സൂക്ഷിച്ച് 10-ാം ദിവസം തിരഞ്ഞെടുക്കുന്ന ആട്ടിൻകുട്ടിയെ 14-ാം ദിവസം വരെ സൂക്ഷിക്കണം. 4 ദിവസം 4000 വർഷത്തെയാണ് കാണിക്കുന്നത്. ആദാമിനെ വീഴ്ച കഴിഞ്ഞ് 4000 വർഷം കഴിഞ്ഞപ്പോൾ ദൈവപുത്രൻ വന്ന് മനുഷ്യനെ വീണ്ടെടുത്തു. അവിടെ സ്തോത്രം, പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ തീയിൽ ചുട്ട ആട്ടുകുട്ടിയെ കഴിക്കണം. പുറപ്പെടുന്നതിന് മുൻപ് കൈക്ക് വടിപിടിച്ച് അരകെട്ടി, കയ്യിൽ വടിപിടിച്ച് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കി എന്ത് ചെയ്യണം? യാത്രക്ക് ഒരുങ്ങിക്കൊണ്ട് തീയിൽ ചുട്ട ആട്ടുകുട്ടിയെ കൈപ്പിചീരോടുകൂടി കഴിക്കണം.
കൈപ്പിച്ചിരി എന്തിനാ കാണിക്കുന്നത്? കഷ്ടത. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളുടെ കാൽച്ചുവട് പിന്തുടരുന്ന ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഇങ്ങനെല്ലാം അനേക കഷ്ടങ്ങളുടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ദൈവരാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൈപ്പിച്ചീര കടിച്ചുകൊണ്ടേ നമുക്ക് പോകാൻ പറ്റൂ. ഇടുക്കുവാതിലൂടെ പോകാൻ പറ്റൂ. ഈ ഇടുക്കുവാതിൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ വലിച്ചു നീട്ടി അത് വലിയ വാതിലാക്കിയിട്ടിരിക്കുക എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപകടമാണിത്. അപകടം, അപകടം, അപകടം. ഈ അപകടം മണത്തറിഞ്ഞാണ് ഇടുക്കുവാതിൽ നമുക്ക് പാടില്ല, അല്ല, വിശാലമായ വാതിൽ നമുക്ക് പാടില്ല, ഇടുക്കുവാതിലൂടെ തന്നെ പോകണമെന്ന് പറയുന്നില്ല കാര്യം. കർത്താവല്ലേ പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടും. പലരും കടപ്പാൻ നോക്കും, കഴിയില്ല. അതെന്താ കാര്യം? ആർക്കും വേണ്ട. ഇടുങ്ങിയ ക്രിസ്തീയ ജീവിതം ആർക്കും വേണ്ട. വിശാലമായ ജീവിതം. ഒരു കാറ് മേടിക്കണമെങ്കിൽ BMW വേണം. ഒരു വീട് വെച്ചാൽ 15 കോടി രൂപ വേണം. ജോലിയാണെങ്കിലോ 5-6 ശമ്പളം വേണം. 10,000, 20,000, 50,000 കൊണ്ടൊന്നും ജീവിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. ജോലിയെടുത്ത് ജീവിക്കാത്ത ആൾക്കാരെ കൊണ്ട് ഭൂമി നിറഞ്ഞു കിടക്കുക. പാട്ടിപ്പും വെട്ടിപ്പും ജാതിയും വഞ്ചനയും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അധ്വാനിച്ച് ജീവിക്കണം നമ്മൾ. മനസ്സിലായോ? കഠിനാധ്വാനം ചെയ്ത് ജീവിക്കണം. ആദാമിനോട് പറഞ്ഞു, നീ വേർപ്പോടെ ഭക്ഷിക്കും. ആരെങ്കിലും വേർക്കാതെ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. എനിക്കങ്ങനെ പലരെ അറിയാം. വേർക്കാതെ ഭക്ഷിച്ച പലരും ആയുസിൻ്റെ മധ്യ ഈ ലോകത്തു നിന്ന് അവർ പോയിട്ടുണ്ട്. വേർപ്പോടെ ഭക്ഷിക്കണം. അതിൽ ആ വാക്യത്തിൽ തന്നെയുള്ള ഒരു ലോകപ്രകാരം ചിന്തിച്ചാൽ വേർക്കുമ്പോൾ എന്ത് ചെയ്യുക? കൊളസ്ട്രോളൊക്കെ അങ്ങ് പോവും. കഠിനാധ്വാനം ചെയ്യുമ്പോൾ ബോഡിക്ക് ആരോഗ്യം ഉണ്ടാവും. അങ്ങനെ ഒരു പഠനം അതിലുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. എന്താ കാര്യം? ഈ ലോകം സാത്താൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ കിടക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഞാനത് പല പ്രാവശ്യം നിങ്ങളെ വായിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. സ്തോത്രം. ഈ ലോകത്തിൻ്റെ പ്രഭു, യോഹന്നാൻ്റെ സുവിശേഷം 12:31, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നത് സാത്താനെയാണ്. ലോകത്തിൻ്റെ പ്രഭു ആരാ? സാത്താനെ കാണിക്കുന്നേ. യോഹന്നാൻ 14:30 ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നത്, യോഹന്നാൻ 16:11 ലോകത്തിൻ്റെ പ്രഭു എന്ന് സ്തോത്രം യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. യോഹന്നാൻ 12:31, യോഹന്നാൻ 14:30 ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സാത്താനെയാണ്. ലോകം ഭരിച്ചുകൊണ്ടിരിക്കുക ലോകത്തിൻ്റെ പ്രഭു. 2 കൊരിന്ത്യർ 4:4 സ്തോത്രം. ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിൻ്റെ ദൈവം ആരാണ്? സാത്താനെയാണ്. അതുകൊണ്ട് ഈ ലോകത്തെ അനുഭവിക്കരുതെന്ന് പറയുന്നത്. ലോകത്തിലെ സകല പരിപാടി അവനാ ചെയ്തുകൊണ്ടിരിക്കുന്നേ. നമ്മൾ വിചാരിക്കുന്നു ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് നല്ലതാണെന്ന്. തെറ്റാത്. ആ ചിന്താഗതി തിരുത്തണം. ലോകത്ത് കിടക്കുന്നതെല്ലാം കാണാനും കേൾക്കാനും അനുഭവിക്കാനും നമുക്ക് പ്രമാണമില്ല. ഇത് തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. ഈ ലോകം സാത്താന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. എന്നാൽ ദൈവപുത്രനായ യേശുക്രിസ്തു വന്ന് സകല മനുഷ്യൻ്റെയും ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിൽ വിശ്വസിക്കുന്നവന് ദൈവപതിലായി തീരുവാൻ സാധിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ നീതീകരണം പ്രാപിക്കുന്നു. നീതീകരണം പ്രാപിച്ചു നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടാനുള്ള ഉപദേശങ്ങളാണ് നമുക്ക് വേദപുസ്തകത്തിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പാപം കൂടാതൊരു ജീവിതം നയിക്കണം. പാപത്തോട് പോരാടണം, പാപത്തോട് എതിർത്ത് നിൽക്കണം, പാപത്തെ വിട്ട് ഓടണം, പാപത്തെ കീഴ്പ്പെടുത്തണം. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നെങ്കിലും പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച്
നീതിക്ക് ദാസന്മാരായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യത പ്രാപിക്കാനാണ് ദൈവം വെച്ചിരിക്കുന്ന പദ്ധതി. ഇതിൽ കൂടി അല്ലാതെ സ്വർഗരാജ്യത്ത് ചെന്നെത്താൻ, നിത്യതയിൽ ചെന്നെത്താൻ ഒരു മനുഷ്യ പുഴുവിനും കഴിയത്തില്ല. നിങ്ങളെ വ്യക്തമായി ക്ലാരിറ്റിയോട് കൂടിയാണ് ഇന്ന് ഈ വചനം ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. വളരെ വില കൊടുത്താണ് ഇത് സംസാരിക്കുന്നത്. വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്, ഓർത്തോണം. പക്ഷെ ഇത് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിനെ സ്നേഹിക്കും. യാക്കോബ് 4:4 വായിച്ചു കൊടുത്തേ. യാക്കോബ് 4:4 എന്താ പറയുന്നത്? യാക്കോബ്, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട്. അപ്പൊ ഈ ലോകത്തിന്റെ സ്നേഹം നമ്മളിൽ വരുമ്പോൾ, മണവളനാകുന്ന ക്രിസ്തുവിന് വേണ്ടി വേളി കഴിക്കുവാൻ കല്യാണം നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയേകേണ്ട നിർമ്മല കന്യക ലോകസ്നേഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവൾ വഷളാകുന്നു. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിടുമ്പോൾ വഷളായി പോകുന്നു. കന്യക വഷളാകുന്നു. ആത്മമണവാളൻ വരുമ്പോൾ ഈ കന്യകയെ ചേർക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വഷളായി കിടക്കുന്ന അവസ്ഥയിലായിത്തീരും. അങ്ങനെ വഷളത്വത്തിൽ കിടക്കുന്ന ഒരു സഭയെ, ഒരു ഗ്രൂപ്പിനെ, ഒരു വ്യക്തിയെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്. നിർമ്മല കന്യക, ചേസ്റ്റ് വെർജിൻ, മനസ്സ വാച കർമ്മണ, പാപം ചെയ്യാതെ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മല കന്യകയെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിനെ പോലെ. ഇവിടെ യോഹന്നാൻ അങ്ങനെ പറയുന്നില്ലേ? അവൻ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു. സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള തത്രപ്പാടിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ ഈ വ്യവസ്ഥ, ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥ, ഞാനീ പറയുന്ന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ പറയുന്ന വ്യവസ്ഥ. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ, ലൂക്കോസ് പ്രവൃത്തി പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ, വാക്കിനാൽ ലേഖനത്താൽ എന്ന പ്രമാണം. ഈ വ്യവസ്ഥ പാലിക്കുന്നവർക്കേ അങ്ങോട്ട് പോക്ക് കിടക്കുള്ളൂ. ഞാൻ കുറെ പ്രസംഗിച്ചു കൂട്ടിക്കൊണ്ട് ഞാൻ അങ്ങ് പോകണമെന്നില്ല. ഇതനുസരിച്ച് ജീവിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതാണ് എൻ്റെ പേടി. തവയെ ഞാനിത് പറഞ്ഞിട്ട് ഞാൻ ലോകസ്നേഹിയായി, ദ്രവ്യാഗ്രഹിയായി, മറ്റു മുമ്പിൽ കൂത്തുകാഴ്ചയായി തീരാനിടവരാതെ വണ്ണം ഞാനായിരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിദേശത്ത് പോകാൻ വേണ്ടി ആരെങ്കിലും വല്ലതും പറഞ്ഞു പിന്നെ അന്ന് തൊട്ട് ഗ്രൂപ്പിൽ എല്ലായിടത്തും പ്രാർത്ഥന, രഹസ്യവും പരസ്യമായ പ്രാർത്ഥന. ദേവദാസിന് വഴി തുറന്നു കൊടുക്കാൻ പ്രാർത്ഥിക്കുക. എടാ, വഴി തുറന്നിരിക്കുക. ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ഒരു പുതിയ വഴി നമുക്ക് വേണ്ടി തുറന്നു തന്നു. ഇനി ഏത് വഴിക്ക് വേണ്ടി ഇരിക്കുക? ദുബായിൽ കാശുണ്ടാക്കാനാണ്, അമേരിക്കയിൽ ലണ്ടനിലൊക്കെ പോയി കാശുണ്ടാക്കാൻ. അപ്പോൾ വായിക്കുന്നെങ്കിൽ പൊക്കോന്ന്, ആർക്കാ ഇവിടെ ചെയ്തത്? ഇന്നത്തെ പോക്ക് മുഴുവൻ ദ്രവ്യാഗ്രഹം മൂത്തുള്ള പോക്കാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാസ്റ്റർമാരാണെങ്കിലും സെക്രട്ടറി ആരാണെങ്കിലും കൊള്ളാം, എനിക്ക് വളരെ സ്നേഹത്തോടെ, ആർദ്രതയോടെ, മനസ്സലിവോടെ ഞാൻ വിളിച്ചു പറയുകയാണ്, വ്യഭിചാരിണികളായുള്ളൊരു ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. ലോകത്തിൻ്റെ സ്നേഹിതനാകും അനുഷ്ഠിക്കുന്ന ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരു ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവന് പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹൻ, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകം അതിൻ്റെ മോഹം ഒടിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. എന്നെ കർത്താവെ കർത്താവെന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് ദൈവത്തെ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം എന്താ? തമ്മിൽ തമ്മിൽ സമാധാനമായിരിപ്പിൻ, ക്രമകെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ. പിന്നെ ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ,
എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് ജന്മം പാഴാക്കാതെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് നിത്യത പ്രാപിക്കുവാൻ എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്തുള്ള യോഹന്നാൻ്റെ ആ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 29 വാക്യങ്ങൾ 1-2 എപ്പിസോഡായിട്ട് നമുക്ക് നിങ്ങളുടെ മൊബൈലുകളിൽ വന്നിരിക്കും. കൃത്യസമയത്ത് നിങ്ങൾക്ക് 1, 2, 3, 4, 5 എപ്പിസോഡുകളായിട്ട് അല്ലെങ്കിൽ 6 എപ്പിസോഡായിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരും. അത് കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ അത് പിന്നീടുള്ള സമയത്ത് ആ വചനങ്ങൾ ദൈവശ്രീയിരുന്ന് പ്രാർത്ഥിച്ച് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കും. ഇന്ന് പകൽ കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനത്തിൻ്റെ ഓരോ ശബ്ദവും കർത്താവിൻ്റെ വരവിലൂടെ ഒരുങ്ങുവാൻ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ, ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ, ആത്മീയ നിറവ് പ്രാപിക്കുവാൻ, ആത്മീയ വർധന പ്രാപിക്കുവാൻ മുഖാന്തരമായി ഭവിക്കട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം.